നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെള്ളപ്പൊക്കം എന്ന പ്രകൃതി ദുരന്തം ഭൂമിയിൽ വരുത്തിയിട്ടുള്ള ചില നാശങ്ങളെപ്പറ്റി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ലോകാവസാനത്തിന് കാരണമാകുമെന്ന മഹാപ്രളയത്തെക്കുറിച്ച് പല പുരാണങ്ങളിലും കഥകളുണ്ട്. വിശുദ്ധ ബൈബിൾ മഹാപ്രളയത്തിൻ്റെ കഥ നോഹയുടെ കഥയിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയുടെ കാര്യത്തിൽ വെള്ളപ്പൊക്കം ഒരു കഥയേ അല്ല. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന അവിടുത്തെ ഹുയാങ്ഹോ നദി എല്ലാ വർഷവും കരകവിഞ്ഞൊഴുകാറുണ്ട്. കഴിഞ്ഞ 3000 വർഷങ്ങളിൽ 1500 വെള്ളപ്പൊക്കങ്ങളാണ് മഞ്ഞ നദി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ നദി ചൈനയുടെ ദുഃഖമായി അറിയപ്പെടുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ദാരുണമായ സംഭവങ്ങളാണ് വെള്ളപ്പൊക്കം മൂലം ചൈനക്കാർ അനുഭവിക്കേണ്ടി വരുന്നത്. 1887 സെപ്റ്റംബർ 28 കൊടും മഴയെ തുടർന്ന് കുതിച്ചുയർന്ന വെള്ളം കരകവിഞ്ഞ് ഏതാണ്ട് 4500 കിലോമീറ്റർ ചുറ്റളവിൽ പ്രളയമായി. പിന്നീടത് 10,000 ചതുരശ്ര കിലോമീറ്ററായി ഉയർന്നു. വീടുകളെല്ലാം നഷ്ടപ്പെട്ട അവിടുത്തെ താമസക്കാരിൽ 9 ലക്ഷം പേര് ആ വെള്ളപ്പൊക്കത്തിൽ മരണമടഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ മറ്റൊരു ദുരന്തം കാത്തിരിക്കുകയായിരുന്നു. കടുത്ത ഭക്ഷ്യക്ഷാമം, 2 വർഷം തുടർച്ചയായ പട്ടിണിയും ഒപ്പം മാറാരോഗങ്ങളും കുറേ പേരുടെ കൂടി ജീവനെടുത്തു. ചൈനയിലെ വെള്ളപ്പൊക്കങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലുത് 1931 യാങ്തേസെ നദിയിൽ ആണുണ്ടായത്. 88,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഈ വെള്ളപ്പൊക്കം അതേ തുടർന്ന് 40 ലക്ഷത്തോളം പേരാണ് മരണമടഞ്ഞത്. 8 കോടിയിലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. രേഖപ്പെടുത്തിയിട്ടുള്ള ദുരന്തങ്ങളിൽ ഏറ്റവും അധികം ആളപായമുണ്ടാക്കിയ ദുരന്തം എന്നാണ് ഈ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത്. നദി കരകവിഞ്ഞു മാത്രമല്ല, കൊടുങ്കാറ്റടിച്ച് കടൽ വെള്ളം കരയിലേക്ക് ഇരച്ചു കയറിയും വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. 1953 ജനുവരി 31 ഹോളണ്ടിലുള്ള വെള്ളപ്പൊക്കം അത്തരത്തിലൊന്നാണ്. തിരമാലകളെ തടുക്കാൻ കൂറ്റൻ കരിങ്കൽ കെട്ടുകൾ തീരത്ത് ഉയർത്തിയിരുന്നു. പാതിരാത്രി ആയതോടെ ഏകദേശം 144 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ തുടങ്ങി. കരിങ്കൽ കെട്ടുകളൊക്കെ ഭേദിച്ച് തിരമാലകൾ ഉയർന്നു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ബെൽജിയത്തിൻ്റെയും ഒക്കെ ഹെലികോപ്റ്ററുകളെത്തി. ആയിരക്കണക്കിനു പേർ ആ ദുരന്തത്തിൽ മരണമടഞ്ഞു. ചൈനയേക്കാൾ വെള്ളപ്പൊക്കങ്ങളുടെ ഭീകരത അനുഭവിക്കുന്ന ഒരു നാടുണ്ട്, ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ്. ലോകത്തെ അവികസിത രാജ്യങ്ങളുടെ പട്ടികയിലുള്ള ഈ രാജ്യത്തിൻ്റെ 1/3 ഭാഗവും സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ചെറുതായൊന്ന് വെള്ളം പൊങ്ങിയാൽ തന്നെ ബംഗ്ലാദേശിനെ ആ വെള്ളപ്പൊക്കം ബാധിക്കും. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ബംഗ്ലാദേശിലെ കാലവർഷം. ആ സമയത്ത് ഗംഗ, ബ്രഹ്മപുത്ര, മേഘന എന്നീ 3 വമ്പൻ നദികളും കരകവിഞ്ഞൊഴുകും. അതായത് എല്ലാ കൊല്ലവും മഴക്കാലത്ത് ബംഗ്ലാദേശിൽ ഒരു ചെറിയ വെള്ളപ്പൊക്കമെങ്കിലും ഉറപ്പാണ്. 19-ാം നൂറ്റാണ്ടിൽ അവിടെ 6 പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1842, 1858, 1871, 1885, 1892 എന്നീ വർഷങ്ങളിലായിരുന്നു അത്. 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും വലിയ വെള്ളപ്പൊക്കങ്ങളുടെ എണ്ണം 18ആയി ഉയർന്നു. അതിൽ തന്നെ 1951, 1987, 1988 എന്നീ വർഷങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കങ്ങൾ വലിയ നാശനഷ്ടങ്ങളും ആൾനാശവുമാണ് ബംഗ്ലാദേശിനുണ്ടാക്കിയത്. 57,300 ചതുരശ്ര കിലോമീറ്റർ, അതായത് ബംഗ്ലാദേശിൻ്റെ ആകെ വിസ്തൃതിയുടെ ഏതാണ്ട് 40% വെള്ളത്തിലാക്കിയ വെള്ളപ്പൊക്കമാണ് 1987 ഉണ്ടായത്. 30 മുതൽ 70 വർഷങ്ങൾക്കിടയിൽ സംഭവിക്കാവുന്ന തരം വമ്പൻ വെള്ളപ്പൊക്കമായിരുന്നു അത്. 1988 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ബംഗ്ലാദേശിൻ്റെ 60% പ്രദേശം വെള്ളം മൂടി. ശക്തമായ മഴയും പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകിയും എല്ലാം കൂടി ചേർന്നപ്പോൾ നാടേത് നദിയേത് എന്ന സ്ഥിതിയായി. 20 ദിവസത്തോളം നീണ്ടുനിന്ന വെള്ളപ്പൊക്കത്തിൽ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി.
1998 കരയുടെ 75% വെള്ളം കയറി. രാജ്യത്തിനകത്തും പുറത്തുമുണ്ടായ ശക്തമായ മഴയാണ് അന്ന് വെള്ളപ്പൊക്കത്തിൽ കലാശിച്ചത്. 3 കോടി ജനങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. ആയിരങ്ങൾ മരണമടഞ്ഞു. വെള്ളപ്പൊക്കത്തിനു ശേഷം കോളറയും ടൈഫോയിഡ് പോലുള്ള പകർച്ചവ്യാധികൾ ആ നാട്ടിലെങ്ങും പടർന്നു. കൃഷിയും വ്യവസായവും ഗണ്യമായി കുറഞ്ഞതോടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച നിലംപതിച്ചു. വാർത്താവിനിമയ സംവിധാനങ്ങൾ പോലും ഇല്ലാതെയായി. തൊട്ടടുത്ത വർഷവും വെള്ളം ബംഗ്ലാദേശിനെ വെറുതെ വിട്ടില്ല. മുൻവർഷത്തെ അത്ര ദ്രോഹിച്ചില്ല എന്നു മാത്രം. 2004 വെള്ളപ്പൊക്കം രാജ്യത്തിൻ്റെ 2/3 ഭാഗവും മുക്കിക്കളഞ്ഞു. 2005 നദികൾ കരകവിഞ്ഞൊഴുകി. കുറേ ഗ്രാമങ്ങളെ ദുരിതത്തിലാക്കി. 2015 ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം തലപൊക്കി. ചെറിയ വെള്ളപ്പൊക്കങ്ങൾ കൃഷിയെ സഹായിക്കുമെങ്കിലും കരയപ്പാടെ വെള്ളം വിഴുങ്ങിയാൽ അത് ബംഗ്ലാദേശ് പോലുള്ള ദരിദ്ര രാജ്യത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ഇത് വെള്ളപ്പൊക്കങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.